ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ ഒരു ദിവസം കോളേജിൽ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ 9 മണി ആകാറായപ്പോഴേ കോളേജിലേക്ക് എത്തി ഉടനെ പഞ്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ ഓഫീസിലേക്ക് പോയി ഞാൻ രജിസ്റ്ററിൽ സൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കയറിയപ്പോഴേക്കും കോറിഡോറിൽ ഇതാ എൻ്റെ അനീറ്റ മിസ്സും പിള്ളേരും ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊന്ന് പറയുന്നത് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടെന്ന്. അങ്ങനെ ബാഗൊക്കെ വെച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഒന്ന് എൻ്റെ സീറ്റിലൊന്ന് ഇരുന്ന ശേഷമാണ് പിന്നെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ഗെറ്റ് റെഡിയായി ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്കും കോളേജ് യൂണിയൻ്റെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ യൂണിയൻ മെമ്പർ കയ്യിൽ കിടക്കുന്നൊരു വാച്ച് കാണിക്കുമായിരുന്നു കേട്ടോ. നോക്കണം. അങ്ങനെ ഇന്ന് ഫുള്ളൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. നമ്മുടെ കോളേജിൻ്റെ ഫ്രഷേഴ്സ് ഡേ പ്രോഗ്രാമായ ടാലൻറ്റ് ഹണ്ട് നടക്കുന്ന ഇന്നായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും കുട്ടികളും നല്ല തിരക്ക് പിടിച്ച പ്രാക്ടീസ് നടക്കുമായിരുന്നു. പ്രോഗ്രാം തുടങ്ങുന്നത് 11 മണിക്കായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഉള്ള ടൈമെല്ലാം അവർ മേക്കപ്പും പ്രാക്ടീസും ഫൈനൽ ഫിനിഷിങ്ങും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കായിരുന്നു. ഇത് കാണുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ BA ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളാണ്. അപ്പോൾ അവരെല്ലാം ആത്മാർത്ഥമായിട്ട് നല്ല കുറേ ദിവസങ്ങളായിട്ടുള്ള കഷ്ടപ്പാടാണ് കേട്ടോ അത്. അങ്ങനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് മേക്കപ്പ് ഇട്ട് റെഡി ആവുന്നതിന് മുന്നേ ഉള്ള ഒരു ഫിനിഷിങ് പ്രാക്ടീസും ഒന്നും കൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കാനുള്ള പരിപാടിയൊക്കെയാണ്. ഇതാ കണ്ടില്ല, എൻ്റെ പിള്ളേരൊക്കെ എന്തൊരു സപ്പോർട്ടാണ്, എന്തൊരു എനർജറ്റിക് ആണെന്ന് കണ്ടില്ലേ. അപ്പം നല്ല ഒരു കൂട്ടം കുറേ കുട്ടികളുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതെല്ലാം പ്രാക്ടീസ് എല്ലാം ഞാനൊന്ന് ചുറ്റി നടന്നൊരു വലിയ വീഡിയോ അങ്ങ് എടുത്തു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം 10 മണിയാകുമ്പോഴത്തേക്ക് എന്നും വിശപ്പിൻ്റെ വിളി വരുമല്ലോ. അങ്ങനെ ഞാൻ ക്യാൻറ്റീനിലേക്കൊന്ന് പോയി കട്ടൻ ചായ കുടിക്കാൻ പോയത്. അപ്പോൾ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ നമ്മൾ ക്യാൻറ്റീനിലേക്ക് ചെല്ലുവാണെങ്കിൽ ക്യാൻറ്റീനിൽ ചെല്ലിയിട്ട് അലമാര നിറഞ്ഞങ്ങിരിക്കും കേട്ടോ. നിറഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് മീറ്റ് റോള്, മുട്ട പഫ്സ്, ചിക്കൻ പഫ്സ്, കട്ട്ലറ്റ്, സാൻഡ്വിച്ച്, ഷവർമ, പോക്കർ ഷവർമ, ക്രീം ബന്ന്, അങ്ങനെ നിരവധി ഐറ്റംസാണ് അവിടെ നിരന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ചെല്ലുന്നത് ഞാൻ ഈ ക്യാൻറ്റീനിൽ ചെല്ലുന്ന പ്രതീക്ഷിച്ച് വന്ന് നല്ലൊരു കട്ടൻ ചായയും പിന്നെ കൊണ്ടുവരുന്ന എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കാണും. അപ്പോൾ 2 ദോശയും ചമ്മന്തി ഒരു കട്ട്ലറ്റും എടുത്ത് ഞാൻ രാവിലെ കഴിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു, കിടിലമായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കോളേജിലെ വീഡിയോ എഡിറ്റിംഗ് ടീം എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും ചായ കുടിക്കാനായിട്ട് രാവിലെ വന്നിരിക്കുകയാണ്. അവരൊക്കെ വരാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ആര്യ മിസ്സും ലിസി മിസ്സും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചായ കുടിച്ചു. അതിനുശേഷം സ്റ്റേജിൽ അങ്ങ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എന്ത് കിടിലം പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് പിള്ളേരെല്ലാം പെർഫോം ചെയ്തത്. അപ്പോൾ ഓരോരുത്തരുടെ പെർഫോമൻസ് വരുന്നതിനനുസരിച്ചും സദസ്സിലിരിക്കുന്ന പിള്ളേരങ്ങ് തകർക്കുമായിരുന്നു. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിരുന്നു ഓരോ പ്രോഗ്രാംസും. അങ്ങനെ അവസാനം വിന്നേഴ്സായിട്ട് നമ്മുടെ BSW ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേരാണ് വിന്നേഴ്സായത്. അവർ തിമിർത്ത് പോയി പ്രൈസൊക്കെ മേടിച്ചു. എല്ലാം ഒരു സന്തോഷം. അവസാനം ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേർക്ക് ചില്ല് ചെയ്യാനായിട്ട് തകർക്കാൻ വേണ്ടി ഒരു പാട്ട് തുടങ്ങും കേട്ടോ. അപ്പം പിള്ളേരെല്ലാം അവിടെ കിടന്നങ്ങ് അർമാദിച്ച് ഡാൻസ് കളിക്കും. അതൊക്കെ ഒരു സന്തോഷം. ഈ പ്രായത്തിൽ അവർക്ക് സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ അവർ മാക്സിമം സന്തോഷിക്കണമല്ലോ. അങ്ങനെ നല്ല ഒരു ദിവസമായിരുന്നു കേട്ടോ. പ്രോഗ്രാം ഉള്ള ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ എനർജി പാക്ഡ് ആയിരിക്കും. അങ്ങനെ ഞങ്ങളുടെ പിള്ളേർക്ക് കിട്ടിയ സമ്മാനത്തിൽ നിന്ന് ലഡു ആയിരുന്നു അവർക്ക് കിട്ടിയത്. അങ്ങനെ എല്ലാം ഞങ്ങൾ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഓരോ നല്ല ലഡുവും കൊണ്ടു തന്നു. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവും കഴിച്ചു. അങ്ങനെ ഒരു സന്തോഷം. അങ്ങനെ നമ്മൾ 3 പേര് ഒരുമിച്ചിരുന്ന ലഡുവൊക്കെ കഴിച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ലഞ്ച് ടൈം ആയി. 1:30 ആയിരുന്നു ലഞ്ച് കഴിച്ചപ്പോൾ. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലി സാമ്പാറാണ് കൊണ്ടുപോയത്. അപ്പോൾ അതെല്ലാം കഴിച്ചു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ടേബിളിൽ തന്നെ ഇരുന്നാണ് കഴിച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ അനീറ്റ മിസ് കൊണ്ടുവന്ന പഴമാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. ഈ പഴം ഇവിടെ വെച്ചിട്ട് പുള്ളിക്കാരി വാഴ കാണാൻ പോയി ഉച്ചയ്ക്ക് ശേഷം. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ആശീർവാദ് സിനിമാസ് ഡ്രീംസ് മോളിൽ ഓപ്പൺ ആയല്ലോ. അപ്പോൾ അവിടെ വാഴ കാണാൻ എല്ലാവരും പോയി. അപ്പോൾ രാവിലെ കൊണ്ടുവന്ന പഴം ഇവിടെ വെച്ച ശേഷം വാഴ കാണാൻ പോയ അനീറ്റ മിസ്സിനെ ഞാനിവിടെ സ്പെഷ്യൽ മെൻഷൻ ചെയ്യുന്നു. ശേഷം നാളത്തേക്കുള്ള അടുത്ത ദിവസത്തേക്കുള്ള സെൻഡ് ഓഫിൻ്റെ പ്രിപ്പറേഷൻസ് നടത്തുകയാണ് കേട്ടോ നമ്മൾ ജൂനിയേഴ്സ്. സെൻഡ് ഓഫിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണേ. അപ്പോൾ അതാ നമ്മുടെ പിള്ളേർ എന്ത് കഷ്ടപ്പെട്ടാണ് നോക്കൂ സീനിയേഴ്സിന് സെൻഡ് ഓഫ് കൊടുക്കാൻ വേണ്ടി ഡെക്കറേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിരുന്ന് നന്നായിട്ട് പണിപ്പെടുന്നുണ്ട് കേട്ടോ. ഡെക്കറേഷൻ്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിൽ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിരുന്നു. അങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ, പേപ്പർ വർക്ക് ചെയ്യാനാണ്, എഴുതാനാണെങ്കിലും ഒട്ടിക്കാനാണെങ്കിലും തോരണം കിട്ടാനാണെങ്കിലും അങ്ങനെ പിള്ളേരങ്ങ് ചടപട കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4-5 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് ഇത്രയാണ് എൻ്റെ കോളേജിലെ ഒരു ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ കോളേജിലൂടെ തിരിച്ചിറങ്ങി നമ്മൾ പഞ്ച് ഔട്ട് ചെയ്ത് തിരിച്ച് വൈകിട്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ പിള്ളേരവിടെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അവരതുവഴിയും പോയിട്ടില്ലായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളൊന്ന് ഹോട്ട് കേക്ക്സ് കയറിയായിരുന്നു കേട്ടോ. നല്ല തിരക്ക് കുറിച്ചൊരു ദിവസമായിട്ടൊരു സമാധാനത്തിന് വേണ്ടി ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞ് ഹോട്ട് കേക്ക്സ് കയറിയായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണുക. അപ്പം ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സമാധാനമായി തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് കയറാൻ വന്ന് നിന്നു കേട്ടോ.
അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നത്. പിന്നെ എനിക്ക് കല്ലുവാതുക്കൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളും എല്ലാം വാങ്ങിയിട്ട് ഞാനങ്ങ് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ലൈക്സും കമൻറ്റും തരിക. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും എല്ലാവരും നമ്മുടെ ചാനലിന് സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ടാറ്റാ, ബൈ ബൈ.